അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും ചോക്ലേറ്റും വെച്ചിട്ട് ഒരു ബൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 3 ബൊക്കെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. 2 സെയിം കളറിലും ഒരെണ്ണം വേറൊരു കളറും കൂടിയിട്ട്. പിന്നെ നമ്മൾ ചോക്ലേറ്റ് 4 ചോക്ലേറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ 3 ആർട്ടിഫിഷ്യൽ ഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാംബു സ്റ്റിക്കുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഓരോ ചോക്ലേറ്റിലും ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ഒന്നിലെ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതാണോ നല്ല കറക്റ്റ്ലി പ്രോപ്പറായിട്ട് നിൽക്കുന്നത് അത് തന്നെ യൂസ് ചെയ്യുക. ഇൻസുലേഷൻ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 2 എണ്ണമൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം അതിങ്ങനെ തെന്നിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ അത് ടാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഫോട്ടോസ് വേണ്ട, 2 ലെയറും ചോക്ലേറ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ അത് തന്നെ സെറ്റ് ചെയ്താൽ മതിയാവും. ഫോട്ടോസ് ആവശ്യം പറഞ്ഞവർക്ക് നമുക്ക് ഫോട്ടോസ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോൻ്റെ ഇതിലും ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൊക്കെ ഷീറ്റ് ആയാലും ബാംബു സ്റ്റിക്ക് ആയാലും ഇപ്പോൾ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി ചോദിച്ചാൽ മതി, ബൊക്കെ ഷീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഫോട്ടോയിലും ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ടൂത്ത് പിക്കാണ് യൂസ് ചെയ്തത്. കാരണം ബാംബു സ്റ്റിക്ക് വേണമെന്നില്ല, ഇത് വല്ലാതെ ഹൈറ്റിൽ വരുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഫ്ലവർ ഏറ്റവും താഴെ വെക്കാന്നുള്ള രീതിക്കാണ്. അപ്പോൾ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കേട്ടോ അത് കുത്തി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം തെർമോക്കോൾ എടുക്കുന്നതിന് പകരം ഒയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോഞ്ച് ഉണ്ട്, അത് വേണമെങ്കിൽ എടുക്കുക. അത് നമ്മൾ ഫ്രഷ് ഫ്ലവറൊക്കെ വെക്കുമ്പോൾ അതൊന്നും ചെറുതായിട്ട് നനച്ചതിന് ശേഷം വെക്കുമ്പോൾ ആ ഫ്ലവർ വാടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ സാധാ തെർമോക്കോൾ എടുത്താലും മതി. ഞാനിതിപ്പോൾ ഒരു ഫ്രിഡ്ജൊക്കെ നമ്മൾ കവർ ചെയ്ത് കൊണ്ടുവരുന്ന തെർമോക്കോളിൽ ആ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഹാർഡായിരുന്നു. അപ്പോൾ ഈ സ്റ്റിക്ക് കുത്താൻ വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മൾ സാധാരണ മേടിക്കുന്ന തെർമോക്കോളാണെങ്കിൽ ഇത്ര കട്ടി ഉണ്ടാവില്ല. അപ്പോൾ 2 പീസ് സ്ക്വയർ കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കട്ടിക്ക് കിട്ടും. അപ്പോൾ അതിൽ കുത്താൻ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതിൽ നല്ലോണം പാടുപെട്ടിട്ടാണ് ഞാനൊന്ന് താഴത്തേക്ക് ഇറക്കിയത് തന്നെ. അപ്പോൾ 2-3 പ്രാവശ്യം ഊരി കുത്തണ്ടിയൊക്കെ വന്നിട്ടാണ് സെറ്റ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾക്ക് ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഫോട്ടോസാണ് വെച്ചിട്ടുള്ളത്. അത് കറക്റ്റ് സെയിം ലെവലിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അതിനുശേഷം സെക്കൻഡ് ലെയറിൽ നമ്മൾ ചോക്ലേറ്റ് ആണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ ഫോട്ടോൻ്റെ താഴത്തേക്ക് വരുന്ന രീതിക്ക്, സെക്കൻഡ് ലെയർ എന്നുള്ള രീതിക്ക് അത് ഫോട്ടോനേക്കാളും താത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഫോട്ടോ വേണ്ട, ഇനി ഡയറി മിൽക്കൊക്കെ വേണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയറിൽ കുറച്ചും കൂടെ ഹൈറ്റിൽ, 2ാമത്തെ ലെയറിനേക്കാളും ഹൈറ്റ് ആക്കിയിട്ട് ചോക്ലേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു ലെവലില്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അതിൽ 4 കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ചും കൂടെ സ്പേസ് തോന്നിയപ്പോൾ ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇതിൽ സൈഡിലായിട്ട് നമുക്കിത് നേരൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്യുക. ഈ ചോക്ലേറ്റ് ഫസ്റ്റും തന്നെ നമ്മൾ കമത്തി വെച്ചതിന് ശേഷം അതിൽ ഇൻസുലേഷൻ ടാപ്പ് അടിച്ചിട്ട് വെച്ചാലും കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കും. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നത് ഫ്ലവറാണ്. ഫ്ലവർ 3 എണ്ണം തന്നെ മതിയാവും. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വലിയ സ്ക്വയറാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫ്ലവറിൻ്റെ എണ്ണം കൂട്ടിയാൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ റെഡ് ഫ്ലവർ ആണെങ്കിൽ റെഡ് ഫ്ലവർ യൂസ് ചെയ്യുക, ഫ്രഷ് വേണമെങ്കിൽ ഫ്രഷ് യൂസ് ചെയ്യുക. പക്ഷേ ഫ്രഷ് യൂസ് ചെയ്യുമ്പോൾ തെർമോക്കോളിന് പകരം ഒയാസിസിൻ്റെ ഇതെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ബൊക്കെ ഷീറ്റ് ഓരോന്നെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഷീറ്റ് ഞാൻ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഭാഗം ഇത്ര മതിയാവും നമുക്ക്. ബാക്കി ഭാഗം നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുക ഒരു ഷീറ്റ് എടുത്താൽ. ഇതിൽ ഒരു ഷീറ്റിന് 10 റുപ്പീസ് അല്ലെങ്കിൽ 50 റുപ്പീസ് ഒക്കെയാണ് വരുന്നത്. അതൊരു ഷീറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. കൂടിപ്പോയാൽ 20 റുപ്പീസിനായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഇത് വെച്ചതിന് ശേഷം സെറ്റ് ചെയ്ത് നോക്കാം ഏകദേശം എങ്ങനെയാണ് ഷേപ്പ് വരുന്നതെന്നുള്ളത് ആദ്യം തന്നെ നോക്കിയതിന് ശേഷം വേണം ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ
എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് അടിക്കാം. ഓക്കെ, ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കത് കയറ്റി വെച്ചിട്ട് ഇത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകിൽ ഇതുപോലെ ടാപ്പ് തന്നെ ചെയ്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചു കൊടുത്താലും മതി. അതാകുമ്പോൾ നല്ല ഫിറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാനിവിടെ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ടാപ്പ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് 2 സൈഡിലേക്കുള്ളത് വേണം. അപ്പോൾ നമ്മൾ വേറൊരു പോർഷൻ 2 എണ്ണം സെയിം കളറിൽ എടുത്തിട്ടില്ലേ, അത് നമ്മൾ 2ആക്കി കട്ട് ചെയ്തതിന് ശേഷം സൈഡിൽ വെച്ച് കൊടുക്കുക. ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, പക്ഷേ നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് വെച്ചിട്ടുള്ള ഷീറ്റിനേക്കാളും താത്തിയിട്ട് വേണം രണ്ടാമത്തെ വെക്കാൻ. ഇങ്ങനെ ഒരു ഇത് വന്ന പോലെയല്ലേ, താഴത്തേക്ക് വരുന്ന തരത്തിലല്ലേ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു എപ്പോഴും ബൊക്കെ ഷീറ്റ് എടുക്കുമ്പോൾ ഒരു ഗോൾഡൻ ടച്ച് ഉള്ളതോ അങ്ങനത്തെ ബോർഡർ ഉള്ളത് നോക്കി എടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ലെയർ വേഗം മനസ്സിലാവും നമുക്ക് വെച്ചിട്ടുള്ള. അല്ലാന്നുണ്ടെങ്കിൽ സെയിം കളറിലാവുമ്പോൾ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. പിന്നെ ബൊക്കെ ഷീറ്റ് നല്ല നല്ല കളറുകൾ അവൈലബിൾ ആണ്, അതായത് റെഡ്, ബ്ലാക്ക് ഒക്കെ നല്ല രസത്തിന് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഒരു വൈറ്റ് കളറിലാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അതും ഒന്നും കൂടി കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഷീറ്റിനെ ഞാൻ 4 സ്ക്വയറുകളാക്കി കട്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക, ഇപ്പുറം ആ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റബ്ബർ ബാൻഡും യൂസ് ചെയ്യുന്നതല്ലാണ്, ഒന്നില്ല നമുക്കത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതും സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനിത് പറയണേക്കാളും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ലെങ്ത് എത്രത്തോളം ഹൈറ്റിൽ വെക്കണം, എത്രത്തോളം അതിന് പ്ലീറ്റ്സ് നെറി എത്രത്തോളം വരണം എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്ത് വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റത്തെ പീസിൽ ഇതുപോലെ ഒരു കുഞ്ഞ് സ്ക്വയർ, ഒരു നീളത്തിലൊരു പീസ് ഉണ്ടായില്ല, അത് 2ആക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വിഷറിക്കൊക്കെ ഉണ്ടാക്കില്ല നമ്മൾ, അതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു തെർമോക്കോൾ കാണാതിരിക്കാനുള്ള തരത്തിൽ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. 2 പീസ് ഉണ്ടായതും ഇതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് 2 ഷീറ്റ് ഉണ്ടായിരുന്നതിൽ ഒരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഈ നമ്മളുടെ ഫോട്ടോ ഒക്കെ കുത്തിവെച്ച ബാമ്പു സ്റ്റിക്ക് താഴത്തേക്ക് കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയും കൂടെ നമുക്കൊരു ബൊക്കെ ഷേപ്പിൽ പിടിക്കാനുള്ളൊരു ഷേപ്പാക്കാനായിട്ട് നമുക്ക് അതൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ ടാപ്പ് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ടാപ്പ് ചെയ്തതിൻ്റെ റബ്ബർ ബാൻഡ് ഇട്ടതിൻ്റെ ഒക്കെ ഭാഗം വെച്ചിട്ട് എവിടെ വെച്ചാണോ നമ്മൾ ടാപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബോർഡറിൽ വെച്ചിട്ട് നമുക്കൊരു സാറ്റിൻ റിബണോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡിസൈനുള്ള ഒരു വള്ളിയോ എടുത്തിട്ട് നമുക്കത് കെട്ടിക്കൊടുക്കാം. സാറ്റിൻ റിബൺ ആണെങ്കിൽ നമുക്കിങ്ങനെ ബൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പം ഇങ്ങനെയാണ് ഒരു ബൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു, അസ്സലാമു അലൈക്കും.